നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഫോക്സ് വാഗണിൻ്റെ ഇന്ത്യയിലെ തല വര മാറ്റി എഴുതിയ ഒരു വാഹനമാണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത്. അതിൻ്റെ പേര് ഫോക്സ് വാഗൺ ടൈഗൂൺ എന്നാണ്. എന്താണ് തലവര മാറ്റി എഴുതാനുള്ള കാരണമെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഈ വാഹനം വന്നതിന് ശേഷമുള്ള സമയം നോക്കുകയാണെങ്കിൽ ഫോക്സ് വാഗണിൻ്റെ സെയിൽസിന് 50% കുതിച്ചുചാട്ടമാണ് ഉണ്ടായത്. ഫോക്സ് വാഗൺ ആദ്യമായിട്ടല്ല ഇന്ത്യയിൽ SUV അവതരിപ്പിക്കുന്നത്, പക്ഷേ സാധാരണക്കാരിലേക്ക് എത്തുന്നൊരു SUV ആദ്യമായിട്ടാണ് ഫോക്സ് വാഗൺ കൊണ്ടുവരുന്നത്. ഫോക്സ് വാഗണിൻ്റെ കാര്യത്തിൽ നമുക്കറിയാവുന്ന പോലെ സേഫ്റ്റിയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എൻ്റെ സാറേ എന്ന് പറഞ്ഞ പോലെയാണ്. എന്നാൽ ഡ്രൈവിംഗ് കംഫോർട്ടായാലും മൊത്തത്തിലുള്ള സ്റ്റെബിലിറ്റി ആയാലും എല്ലാം ഫോക്സ് വാഗണിൻ്റെ വാഹനങ്ങളെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ ഇന്ത്യക്കാരങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു ഫോക്സ് വാഗണിൽ നിന്ന് നല്ലൊരു SUV. കാരണം ഇന്ത്യക്കാരിപ്പോൾ SUVയുടെ പിന്നാലെയാണല്ലോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഫോക്സ് വാഗൺ ടൈഗൂൺ വന്നത്. അതുപോലെ തന്നെ അർദ്ധ സഹോദരൻ എന്ന് വിളിക്കാവുന്ന സ്കോഡ കുഷാക്കും വന്നു. ഇപ്പോൾ എന്താണ് ഈ ഒരു വാഹനം ഞാൻ വീണ്ടും കൊണ്ടുവന്നിരിക്കുന്നതായിരിക്കും നിങ്ങൾ ചോദിക്കുന്നത്. കാരണം വെച്ചാൽ നമ്മൾ ഓൾറെഡി ടെസ്റ്റ് ഡ്രൈവ് ചെയ്തതാണ്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ അല്ലെങ്കിൽ ഫോക്സ് വാഗണിൻ്റെ കേരളത്തിൻ്റെ ഹെഡായിട്ടിരിക്കുന്ന എൻ്റെ സുഹൃത്ത് എന്നോട് പറഞ്ഞു, ഈ വാഹനത്തിൻ്റെ പ്രത്യേകതയുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് 1 ലിറ്റർ വേരിയൻ്റാണ്. 1 ലിറ്റർ TSI വേരിയൻ്റാണ്. 1 ലിറ്റർ TSI വേരിയൻറ്റിലെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുള്ള ഈ വാഹനത്തിന് 14.39 ലക്ഷം രൂപയെ എക്സ്ഷോറും വിലയുള്ളൂ എന്ന് പറയുന്നത് വിപ്ലവകരമായൊരു കാര്യമാണ്. കാരണം ഫോക്സ് വാഗണിൻ്റെ വാഹനങ്ങൾ അങ്ങനെ തീരെ വില കുറച്ച് കിട്ടുന്ന ഒരു പതിവൊന്നുമില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഫോക്സ് വാഗൺ ഇങ്ങനെ ഒരു ഓട്ടോമാറ്റിക് വാഹനം ഈ വിലയ്ക്ക് കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ, ഫോക്സ് വാഗണിൻ്റെ ഓട്ടോമാറ്റിക് വാഹനങ്ങൾ സാധാരണക്കാരിലേക്കും ഇടത്തരക്കാരിലേക്കും എത്തുക എന്നുള്ളതാണ് ഫോക്സ് വാഗണിൻ്റെ ലക്ഷ്യം എന്നും അദ്ദേഹം വിശദീകരിച്ചു. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു വാഹനം നിങ്ങൾ കൂടുതൽ ഒന്ന് അറിഞ്ഞിരിക്കട്ടെ എന്നാണ് ഞാൻ വിചാരിച്ചത്. വേറൊരു കാര്യമുണ്ട്, ഈ 1 ലിറ്റർ തന്നെ 2 വേരിയൻസ് ആണുള്ളത്. ഒന്ന് ടോപ്പ് ലൈനും മറ്റൊന്ന് ഹൈ ലൈനും. നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ഹൈ ലൈൻ എന്ന വേരിയൻ്റാണ്. ടോപ്പ് ലൈൻ എന്ന വേരിയൻറ്റ് വീണ്ടും വില കൂടും. ടോപ്പ് ലൈനിലേക്ക് പോകേണ്ട കാര്യമില്ല എന്ന് പോലും തോന്നും ഈ വാഹനം കണ്ടു കഴിഞ്ഞാൽ. കാരണം ഇത് ഫീച്ചർ റിച്ചാണ്. എന്താണ് ഇതിനകത്ത് മിസ് ഔട്ട് ചെയ്യുന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ 1-2 കാര്യങ്ങളുണ്ട്. ഒന്ന്, LED ഹെഡ്ലാമ്പ് ഈ വാഹനത്തിനില്ല. ഇത് ഹാലജൻ ഹെഡ്ലാമ്പാണ്. പിന്നെ സൺറൂഫ് ഇല്ല. പിന്നെ ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ഇല്ല. അങ്ങനെ 2-3 കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ വെന്റിലേറ്റഡ് സീറ്റ്. 3-4 കാര്യങ്ങൾ ഒഴിച്ചു നിർത്തിയ ബാക്കി എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. 14,39,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു 1 ലിറ്റർ TSI ഓട്ടോമാറ്റിക് മോഡലിൽ 2 എഞ്ചിൻ ഓപ്ഷൻസാണ് ഈ വാഹനത്തിനുള്ളത്. ഒന്ന് 1.5 ലിറ്റർ TSI, മറ്റൊന്ന് 1 ലിറ്റർ TSI. 1 ലിറ്റർ TSI 115 BSPയും 1.5 ലിറ്റർ 150 BSPയുമാണ്. അപ്പോൾ മറ്റൊരു സംശയം തോന്നാവുന്നത്, അപ്പോൾ 1 ലിറ്റർ മോഡലിന് എന്തെങ്കിലും എഞ്ചിന് ഒരു പിക്കപ്പ് കുറവുണ്ടോ, പുള്ളിങ് കുറവുണ്ടോ എന്നുള്ള സംശയമായിരിക്കാം. അത്തരത്തിലുള്ള എല്ലാ സംശയങ്ങളും തീർത്തിട്ട് നമ്മളിന്ന് ഇവിടെ നിന്നും വിട പറയുന്നുള്ളൂ. അപ്പോൾ വിശദമായ ഒരു ടെസ്റ്റ് ഡ്രൈവും വിശദമായ ഒരു കാഴ്ചയുമാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് ഏറ്റവും പുതിയ ഫോക്സ് വാഗൺ ടൈഗൂണിൻ്റെ 1 ലിറ്റർ TSI ഓട്ടോമാറ്റിക് മോഡലിൻ്റെ. എന്തായാലും ഫോക്സ് വാഗൺ നമുക്കറിയാവുന്ന പോലെ തന്നെ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാഹന നിർമ്മാതാവാണ്. ആ വാഹന നിർമ്മാതാവിൻ്റെ ഈ വാഹനം എന്ന് പറയുന്നത് ലോകത്തിലെ ഇപ്പോൾ ബെസ്റ്റ് സെല്ലർ ലിസ്റ്റിൽ 3-ാം സ്ഥാനത്ത് നിൽക്കുകയാണ്. അതെ, ടൈഗൂണാണ് ലോകത്തിൽ ഇപ്പോൾ ഏറ്റവും അധികം വിൽക്കപ്പെടുന്ന 3-ാമത്തെ വാഹനം. അതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു വാഹനം ഓൺ ചെയ്യുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അഭിമാനമുള്ള ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ഒരു പക്ക യൂറോപ്യൻ വാഹനത്തിൻ്റെ എല്ലാ ഗുണങ്ങളും ഈ വാഹനത്തിനുണ്ട്. ഷാർപ്പ് ലൈനുകൾ, ബോഡി ലൈനുകളെല്ലാം വളരെ ഷാർപ്പാണ്. വളരെ ഭംഗിയുള്ള ബോഡി ലൈനുകൾ, വളരെ ബോൾഡായിട്ടുള്ള ഡിസൈനാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ഹൈലൈൻ എന്ന മോഡലിൽ നമുക്ക് LED ഹെഡ്ലാമ്പ് കിട്ടുന്നില്ല. ഹാലജൻ ഹെഡ്ലാമ്പാണ് കിട്ടുന്നത്. പക്ഷേ കാഴ്ചയിലൊന്നും വ്യത്യാസമില്ല. പെട്ടെന്ന് കണ്ടാൽ അത് മനസ്സിലാവുകയുമില്ല. എന്തായാലും ക്രോം വാരി പൂശിയിട്ടുണ്ട് മുൻഭാഗത്ത് എല്ലായിടത്തും. അത് ഇവിടെ നോക്കിയാലും കാണാം, ഇതിനിടയ്ക്കെല്ലാം കാണാം. ബ്ലാക്ക് ഫിനിഷുള്ള ഗ്രില്ലുണ്ട്. അത് പിയാനോ ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. ഏറ്റവും താഴെയായിട്ട് അലൂമിനിയം ഫിനിഷുണ്ട്. വലിയൊരു എയർ ഡാമുണ്ട്. പിന്നെ ഞാനീ പറഞ്ഞ പോലെ വളരെ കനത്ത ബോഡി ലൈനുകളും എല്ലാം കൂടെ ചേരുമ്പോൾ നല്ല എന്താണ് ഇങ്ങനെ നിൽക്കുകയാണ്. ആ ഒരു യൂറോപ്യൻ ഡിസൈൻ്റെ ആ ഒരു ഭംഗിയും അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു എലഗൻസും എല്ലാം തന്നെ ചേരുന്നുണ്ട്. ഈ വാഹനം പ്രധാനമായിട്ടും മത്സരിക്കുന്നത് നമുക്കറിയാം. കുറേ കാലമായിട്ട് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വാഹനങ്ങളൊന്നായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്ന ഹ്യുണ്ടായി ക്രെറ്റയുമായിട്ടാണ്. ഹ്യുണ്ടായി ക്രെറ്റ പോലുള്ള വാഹനങ്ങളുടെയൊക്കെ വലിപ്പം നോക്കുകയാണെങ്കിൽ അതേ വലിപ്പം തന്നെ ഈ വാഹനത്തിനുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ റോഡുകൾക്ക് പറ്റിയൊരു വാഹനവുമാണ്. ഈ ഹൈലൈൻ എന്ന് പറയുന്ന മോഡലിൽ 16 ഇഞ്ച് ടയേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. ടോപ്പ് ലൈനിൽ അത് 17 ഇഞ്ചാണ്. വളരെ ചെറിയൊരു വ്യത്യാസം ആ കാര്യത്തിലുണ്ട്. എന്തായാലും വീൽ ട്രാവലൊക്കെ കണ്ടല്ലോ, ഇഷ്ടം പോലെയാണ്. വീലാർത്തിനകത്ത് ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് മലകൾ കയറാനും മറ്റും പറ്റുന്നൊരു വാഹനമാണെന്ന് മനസ്സിലാക്കാം. കനത്ത ക്ലാഡിംഗ് ആണ് വശത്തൂടെയൊക്കെ പോകുന്നത്. ഏറ്റവും താഴെയും നിങ്ങൾക്കത് കാണാം. അതുപോലെ ഇവിടെ അലൂമിനിയം ഫിനിഷുള്ളൊരു റൂഫ് റെയിലുണ്ട്. ഇവിടെയൊക്കെ ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കാണുന്ന ബോഡി ലൈനുകളാണ്. അതും ഈ വാഹനം എത്ര ബോൾഡായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്.
അതുപോലെ വിശാലമായ ഗ്ലാസ് വിൻഡോകളാണ് കൊടുത്തിരിക്കുന്നത്. ഒരു കോർണർ ഗ്ലാസും കൊടുത്തിട്ടുണ്ട്. പിന്നെ പിന്നിലേക്ക് വരുമ്പോൾ പിൻഭാഗമാണ് ഈ വാഹനത്തിൻ്റെ ഏറ്റവും ഇഷ്ടം എന്ന് പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതിന് കാരണം എനിക്ക് തോന്നുന്നു ഈ ഒരു LED സ്ട്രിപ്പും ഫോക്സ് വാഗണിൽ പതിവില്ലാത്ത ചില കാര്യങ്ങളൊക്കെയാണ്. അത്തരം കാര്യങ്ങളൊക്കെ ആയിരിക്കാം. അതുപോലെ തന്നെ ഈ കാണുന്ന പോലെ പിയാനോ ബ്ലാക്ക് ഫിനിഷുള്ള ഭാഗം കൊടുത്തിരിക്കുന്നു. സ്പോയിലറുണ്ട്, ഷാർക്ക് ഫിൻ ആൻറ്റിനയുണ്ട്. ബ്ലാക്ക് ഒരു സ്മോക്ഡ് ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. ടെയിൽ ലാമ്പൊക്കെ അത് മനോഹരമായിട്ടുണ്ട്. മുൻഭാഗത്തെ പോലെ തന്നെ ബ്ലാക്ക് ഫിനിഷും ക്രോം ഫിനിഷും അലൂമിനിയം ഫിനിഷും എല്ലാം തന്നെ പിൻഭാഗത്ത് ബമ്പറിലും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ബൂട്ടിൻ്റെ കാര്യം. ബൂട്ട് സ്പേസ് മോശമല്ലാതെ ഉണ്ട്. എന്നാൽ തന്നെയുമല്ല ഒട്ടും താഴ്ന്ന അങ്ങനെ ഒരു ബൂട്ട് സ്പേസ് അല്ലാത്തതുകൊണ്ട് തന്നെ സാധനങ്ങൾ കയറ്റാനും ഇറക്കാനും ഒക്കെ വളരെ എളുപ്പമാണ്. അതും തീർച്ചയായിട്ടും സൗകര്യപ്രദമായ ഒരു ലോഡിംഗ് ഏരിയ സമ്മാനിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഇതിൻ്റെ ഒരു ഡിസൈൻ വിശേഷങ്ങളായിട്ട് പറയാവുന്നത്. എന്തായാലും ഡിസൈൻ അങ്ങനെ അധികം വിശദീകരിക്കേണ്ട കാര്യമില്ല, കാരണം വളരെ വിശദമായി നമ്മൾ ഈ വാഹനം ടെസ്റ്റ് ഡ്രൈവ് ചെയ്തതുകൊണ്ട് തന്നെ. എന്തായാലും ഈ ഒരു 1 ലിറ്റർ TSI ഓട്ടോമാറ്റിക് മോഡലിലും മോശമല്ലാത്ത ഡിസൈൻ കാര്യങ്ങളും അതുപോലെ തന്നെ വേണ്ട എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് നമ്മൾ കണ്ടത്. ഇനി ഇൻറ്റീരിയറിൽ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ എന്ന് നോക്കാം. ഇൻറ്റീരിയറിലേക്ക് വരുമ്പോഴും നമുക്ക് ഈ പറഞ്ഞ പോലെ ഹൈ ലൈൻ ടോപ്പ് ലൈൻ വ്യത്യാസങ്ങളൊന്നും കാര്യമായിട്ട് ഫീൽ ചെയ്യില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെൻറ്റിലേറ്റഡ് സീറ്റുകളല്ല ഈ ഒരു വേരിയൻറ്റിനുള്ളതെന്നുള്ള വ്യത്യാസമുണ്ട്. എന്തായാലും വളരെ സുഖപ്രദമായ നല്ല ഫാബ്രിക് സീറ്റാണ്. സൈഡിലൊക്കെയാണ് നല്ല തിക്കായിട്ടുള്ള ബോൾസ്റ്റേഴ്സൊക്കെ കൊടുത്തിരിക്കുന്നു. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഇതിൻ്റെ തൈ സപ്പോർട്ടാണ്. കണ്ടില്ലേ, ഇതിങ്ങനെ ഉയർന്നു വരുന്നുണ്ട്. തൈ സപ്പോർട്ട് നല്ല ഗംഭീരമായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഇത് മിസ് ഔട്ട് ചെയ്യുന്നുണ്ട്. അത് എന്താ പറയുക, സൺറൂഫ് അത്ര താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും അതൊരു മിസ്സിംഗ് ആയിട്ട് അനുഭവപ്പെടും. പക്ഷേ ബാക്കി എല്ലാ കാര്യങ്ങളും കൊടുത്തിരിക്കുന്ന ഒരു മിസ്സിംഗ് ആയിട്ട് കണക്കാക്കേണ്ടതില്ല. എന്തായാലും ഇവിടെ കാണുന്ന പോലെ ഈ ഒരു ബ്ലാക്ക് ഫിനിഷ്, ഇവിടെ ഒരു അലൂമിനിയം ഫിനിഷ്, വീണ്ടും ഒരു ടെക്സ്റ്റേർഡ് ബ്ലാക്ക് ഫിനിഷ്, അല്ലെങ്കിൽ എന്താ പറയുക കാർബൺ ഫൈബർ ഫിനിഷൊക്കെ കൂടെ ഒരുമിച്ച് ചേർന്നിരിക്കുന്ന ഒരു രൂപമാണ് ഇതിൻ്റേത്. വലിയ ഈ സ്ക്രീനിലൊന്നും ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ഇതൊക്കെ ടോപ്പ് ലൈനിലുള്ള അതേ സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ ഫോക്സ് വാഗൺ ആപ്ലിക്കേഷൻസ് എല്ലാം തന്നെയുണ്ട്. കണക്ടിവിറ്റി മാരകമായ രീതിയിൽ കണക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട്. ഒരു സാധനം മിസ് ഔട്ട് ചെയ്യുന്നില്ല. ഗംഭീരമായ മ്യൂസിക് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഈ കാണുന്ന ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളിൻ്റെ സ്ക്രീനായാലും ഇതൊന്നും, ഈ ടച്ച് സ്ക്രീൻ കണ്ടല്ലോ, ഇത് ടച്ച് സ്ക്രീനാണ്. ഇതിലൊന്നും മാറ്റം ഈ ഒരു വേരിയൻറ്റിലും 14,39,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കുന്ന ഈ വേരിയൻറ്റിലും അത്തരം മാറ്റങ്ങളൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല. ഇത് ടോക്ക് കൺവെർട്ടർ ടൈപ്പ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സിൻ്റെ ഗിയർ ലിവറാണ്. മനോഹരമായ ഗിയർ ലിവറാണ്. ഇവിടെ വയർലെസ് ചാർജിങ് കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ 2 ചാർജിങ് പോർട്ടുകൾ ഇവിടെ കൊടുത്തിരിക്കുന്നു. കപ്പ് ഹോൾഡർ കൊടുത്തിരിക്കുന്നു. ഇവിടെയും ചെറിയ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നു. സ്റ്റിയറിംഗ് വീലിലേക്ക് വരുമ്പോഴും ക്രൂയിസ് കൺട്രോൾ പോലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു വേരിയൻറ്റിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ താരതമ്യേന വില കുറഞ്ഞൊരു വാഹനമാണ്. വേരിയൻ്റ് ആണെങ്കിൽ പോലും ഇതിൽ പാഡ് ഷിഫ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ടെന്നുള്ളത് മറ്റൊരു കാര്യം. ഇവിടെ മിസ് ഔട്ട് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ്. അത് ഹൈ ലൈൻ എന്ന മോഡലിലില്ല, ടോപ്പ് ലൈൻ എന്ന മോഡലിലേ ഉള്ളൂ. അതും അത്രയ്ക്ക് താല്പര്യമുള്ളവർക്ക് ഒരു മിസ്സിംഗ് ആയിട്ട് അനുഭവപ്പെടാം എന്ന് മാത്രമേ പറയാനുള്ളൂ. എന്തായാലും വളരെ മനോഹരമായ സ്റ്റിയറിംഗ് വീലാണ്. ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീലാണ്. ലെതർ റാപ്ഡാണ്. അത്തരം കാര്യങ്ങളിലൊന്നും യാതൊരു പിശുക്കും ഈ ഒരു വേരിയൻറ്റിലും ഫോക്സ് വാഗൺ വരുത്തിയിട്ടില്ല. ഇനി ഡോർ പാഡിലേക്ക് പോവുകയാണെങ്കിൽ വിശാലമായ 2-3 ബോട്ടിലൊക്കെ വയ്ക്കാവുന്ന വലിയ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. നല്ലൊരു ആംബ്രസ്റ്റ് ഉണ്ട്. പിന്നെ ആ ഒരു നിർമ്മാണ നിലവാരം തീർച്ചയായിട്ടും നമുക്ക് ഡോർ പാഡിൽ പോലും ദൃശ്യമാണ്. പ്ലാസ്റ്റിക്കിൻ്റെയൊക്കെ നിലവാരം എന്ന് പറയുന്നത് അങ്ങേയറ്റമാണ്. ഫോക്സ് വാഗൺ അത്തരം ഒരു കാര്യങ്ങളിലും കോംപ്രമൈസ് ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വിലയ്ക്ക് ഇത്രയും ഫീച്ചേഴ്സും ഇത്രയും നിലവാരമുള്ളൊരു വാഹനം വിൽക്കുന്നു എന്ന് പറയുന്നത് അത്ഭുതപ്പെടുന്ന കാര്യമാണ്. തീർച്ചയായിട്ടും അത് നമ്മൾ ഫോക്സ് വാഗൺ അഭിനന്ദിക്കേണ്ട ഒരു കാര്യവുമാണ്. പിന്നെ സ്പേസ് നോക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ സ്പേസാണ്. കണ്ടല്ലോ, വിശാലമായ കാല് വെച്ച് സുഖമായിട്ടിരിക്കാം. എങ്കിലും പിൻഭാഗം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഇത്തരം വാഹനങ്ങളെല്ലാം ഫാമിലി SUV-കളാണ്. അതുകൊണ്ട് പിൻഭാഗത്തുകൂടി നമുക്കൊന്ന് ഇരുന്ന് നോക്കാം. പിൻഭാഗത്തേക്ക് കടന്നിരിക്കുമ്പോഴും ഇരുന്നാൽ ഉടൻ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്ന കാര്യമെന്ന് പറയുന്നത് തൈ സപ്പോർട്ടാണ്. തൈ സപ്പോർട്ട് നല്ല ഗംഭീരമായിട്ട് കൊടുത്തിട്ടുണ്ട്. എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണ്, അന്ന് നമ്മളിത് ആദ്യമായി ഓടിക്കുമ്പോഴും എനിക്കത് ഫീൽ ചെയ്ത കാര്യം ഞാൻ പറഞ്ഞിരുന്നെന്ന് തോന്നുന്നു. സുഖമായിട്ട് അങ്ങനെ ഇരുന്ന് പോകാവുന്ന സീറ്റിംഗ് പൊസിഷൻ, ഇഷ്ടം പോലെ ലെഗ് സ്പേസ്, ഇഷ്ടം പോലെ ഹെഡ് സ്പേസ്, വളരെ താഴ്ന്ന വിൻഡോ ലൈൻ, അതുകൊണ്ട് തന്നെ വളരെ പ്ലസൻ്റായ ഇൻറ്റീരിയർ നമുക്ക് കിട്ടുന്നു. കാഴ്ചകളൊക്കെ കണ്ടു പോകാൻ പറ്റുന്ന രീതിയിൽ വിശാലമായ ഗ്ലാസ് ഏരിയ ഉണ്ട്. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഹെഡ് റെസ്റ്റ് കൊടുത്തിരിക്കുന്നു. വിശാലമായി കൈവച്ചിരിക്കാൻ വേണ്ടി ആംറസ്റ്റ് ഉണ്ട്. കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട്. പക്ഷേ ഇത് വേണമെങ്കിൽ മടക്കി വെച്ചാൽ ഇവിടെ 3 പേർക്ക് സുഖമായി ഇരിക്കാവുന്ന രീതിയിൽ വളരെ താഴ്ന്ന സെൻട്രൽ ടണലാണ് എന്നുള്ള മറ്റൊരു കാര്യം. പിന്നിലേക്ക് AC വെൻറ്റുകൾ കൊടുത്തിരിക്കുന്നു. 2 ചാർജിങ് പോർട്ടുകൾ കൊടുത്തിരിക്കുന്നു. ഇത്രയൊക്കെയാണ് പറയേണ്ടത്. തീർച്ചയായിട്ടും വളരെ സുഖപ്രദമായിട്ട് ഇരുന്ന് പോകാവുന്ന ഒരു സീറ്റിംഗ് പൊസിഷനുമുണ്ട്, സ്പേസുമുണ്ട് എന്നുള്ളത് കുടുംബങ്ങളെ തീർച്ചയായിട്ടും ആഹ്ലാദിപ്പിക്കും. ഇനി ഡോർ പാഡിലേക്ക് നോക്കിയാൽ ഇവിടെയുമുണ്ട് 2 വലിയ ബോട്ടുകൾ വയ്ക്കാവുന്ന സ്ഥലമുണ്ട്. സുഖമായി കൈവച്ചിരിക്കാൻ ആംറസ്റ്റൊക്കെ ഉണ്ട്.
അപ്പോൾ എന്തായാലും എല്ലാം തികഞ്ഞ ഒരു SUV തന്നെയാണ് പിൻഭാഗത്തിരിക്കുമ്പോഴേ ഈ വാഹനം. എന്തായാലും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ യാതൊരു കുറവും സംഭവിച്ചിട്ടില്ല. വളരെ പെട്ടെന്ന് നോട്ടീസ് ചെയ്യുന്ന കുറവുകളില്ലെന്ന് തന്നെയാണ് നമുക്ക് പറയേണ്ടത് ഈ ഒരു 1 ലിറ്റർ ഓട്ടോമാറ്റിക്കിൻ്റെ ഈ ഒരു വേരിയൻറ്റിൽ പോലും. ഫോക്സ് വാഗണിൻ്റെ ഏതൊരു വാഹനവും പോലെ തന്നെ സുരക്ഷയുടെ ചട്ടക്കൂടിനകത്തിരുന്നാണ് നമ്മൾ ഓടിക്കുന്നത്. ഈ വാഹനം ഓടിക്കുമ്പോഴും അതാണ് ഫോക്സ് വാഗണിൻ്റെ വാഹനങ്ങളൊരു മുഖമുദ്രയെങ്കിൽ തീർച്ചയായിട്ടും ടൈഗണും ആ ഗുണങ്ങളെല്ലാം തന്നെയുണ്ട്. പിന്നെ സീറ്റിംഗ് പൊസിഷൻ ആണല്ലോ ഒരു SUVയെ സംബന്ധിച്ചിട്ടും പ്രധാനപ്പെട്ട കാര്യം. അത് വളരെ പക്കയാണ്, വളരെ ഉയർന്ന സീറ്റിംഗ് പൊസിഷനാണ്. മാനുവലി നമുക്ക് സീറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുകയും ചെയ്യാം. അതുകൊണ്ട് തന്നെ കൃത്യമായ ഓരോരുത്തർക്കും പറ്റുന്ന സീറ്റിംഗ് പൊസിഷൻ കണ്ടെത്താം. സ്റ്റിയറിംഗ് വീല് കാര്യമായ രീതിയിൽ നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ എല്ലാ തരത്തിലും നല്ലൊരു സീറ്റിംഗ് പൊസിഷൻ കണ്ടെത്താം. പിന്നെ വളരെ താഴ്ന്ന ഡാഷ്ബോർഡാണ്, വിസിബിലിറ്റി അപാരമാണ്. മുൻഭാഗത്ത് വളരെ താഴ്ന്ന ചെരിഞ്ഞിറങ്ങുന്ന രീതിയിലുള്ള ബോണറ്റ് ആയതുകൊണ്ട് റോഡിൻ്റെ മുൻഭാഗം വരെ കാണാവുന്ന അവസ്ഥയുമുണ്ട്. ഇത്രയുമൊക്കെയാണ് സീറ്റിംഗ് പൊസിഷൻ്റെ കാര്യം പറയേണ്ടത്. എന്തായാലും വളരെ ലൈറ്റ് കൺട്രോളുകളാണ്. അതുപോലെ തന്നെ വളരെ ഉപയോഗിക്കാൻ എളുപ്പമുള്ള പൊസിഷനിങ് ആണ് ഓരോ കാര്യങ്ങളുടെയും. അത് ഈ ഒരു ടച്ച് സ്ക്രീൻ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം ആയാലും അതെ, അതുപോലെ AC ക്ലൈമറ്റ് കൺട്രോളിൻ്റെ സ്വിച്ചുകളായാലും എല്ലാം തന്നെ ഒരു സെക്കൻഡ് ഒന്ന് കണ്ണെടുത്താൽ നമുക്ക് പ്രവർത്തിപ്പിക്കാൻ പറ്റും. വളരെ എളുപ്പത്തിലാണ് അതെല്ലാം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ പറയാനുള്ളത്. ഇനിയുള്ളത് ഈ എഞ്ചിൻ്റെയും അതുപോലെ തന്നെ ഗിയർ ബോക്സിൻ്റെയും മറ്റും കാര്യങ്ങളാണ്. എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഈ വാഹനം ഇത് 1 ലിറ്റർ ആണ്, 1 ലിറ്റർ എഞ്ചിനിലൊരു ടോർക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണ് എന്ന് മനസ്സിലാക്കി ഓടിക്കുമ്പോൾ മാത്രമേ അത് തോന്നുകയുള്ളൂ എന്നാണ്. അല്ലെങ്കിൽ ഒരു തരത്തിലും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നില്ല. DSG ഗിയർ ബോക്സിൻ്റെയൊക്കെ സ്മൂത്ത്നെസ് തീർച്ചയായിട്ടും ഈ വാഹനത്തിനുണ്ട്, ഈ ഗിയർ ബോക്സിനുണ്ട്. അതുപോലെ തന്നെ എഞ്ചിനാണെങ്കിലും 115 bhp 150 bhp അതാണ് ഈ രണ്ട് 1.5ൻ്റെയും 1 ലിറ്ററിൻ്റെയും എഞ്ചിനുകൾ തമ്മിലുള്ള പവർ ഡിഫറൻസ്. അതായത് 35 bhp. ആ ഒരു 35 bhp ഡിഫറൻസ് ഒന്നും നമുക്ക് ഓടിക്കുമ്പോൾ തോന്നില്ല. കാരണം വളരെ മനോഹരമായിട്ടാണ് ഗിയർ റേഷ്യോകളെല്ലാം സെറ്റ് ചെയ്തിരിക്കുകയെന്ന് തോന്നുന്നു. പിന്നെ എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം തോന്നുന്നത് ഈ വാഹനത്തിൻ്റെ വെയിറ്റാണ്. നല്ല റോഡ് ഗ്രിപ്പാണ്. നല്ല റോഡ് ഗ്രിപ്പ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ആത്മവിശ്വാസം തോന്നുന്നുണ്ട്. കൂടാതെ മറ്റൊരു കാര്യമുള്ളത്, ഈ നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളൊരു വാഹനമാണെങ്കിലും ബോഡി റോളോ അങ്ങനെയൊന്നും തോന്നുന്നില്ല. ഞാൻ ഈ പറഞ്ഞ റോഡ് ഗ്രിപ്പ് കൂടുതൽ അനുഭവപ്പെടുന്നതും അതിശയകരമായ കാര്യമാണ്. കാരണം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളതുകൊണ്ട് റോഡ് ഗ്രിപ്പ് കുറയുകയും അതുപോലെ തന്നെ ബോഡി റോൾ കൂടുകയും ഒക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യം. പക്ഷേ അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല. ഇനി എഞ്ചിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിലുള്ളത് 1 ലിറ്റർ TSI എഞ്ചിനാണ്. 115 bhp ആണ്. 178 Nm മാക്സിമം ടോർക്ക്. ഈ ഒരു എഞ്ചിൻ വേരിയൻറ്റിൽ ഘടിപ്പിച്ചിരിക്കുന്ന 6 സ്പീഡ് മാനുവലും 6 സ്പീഡ് ടോർക്ക് കൺവേർട്ടർ ടൈപ്പ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുമാണ്. നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് 6 സ്പീഡ് ടോർക്ക് കൺവേർട്ടർ ടൈപ്പ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണ്. എന്നാൽ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ 1.5 ലിറ്റർ TSI എഞ്ചിൻ 150 bhp ആണ്. എന്തായാലും നല്ല വെയിറ്റുള്ള ഒരു വലിയ വാഹനമായിട്ട് പോലും 1 ലിറ്റർ എഞ്ചിൻ ഇതിനെ കുതിച്ചുകൊണ്ട് പായാൻ യാതൊരു വൈമനസ്യവും കാണിക്കുന്നില്ല. ടോർക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് യാതൊരു ലാഗും തരുന്നില്ല. 5500 RPM വരെ നീണ്ടു നിൽക്കുന്ന പവറിൻ്റെ ഒരു ഡെലിവറി നമുക്ക് തീർച്ചയായിട്ടും അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ഗിയർ ഷിഫ്റ്റൊക്കെ വളരെ സ്മൂത്താണ്. ഗിയർ ഷിഫ്റ്റ് അറിയുന്നില്ല എന്നുള്ളതാണ് സത്യം. അതുപോലെ തന്നെ പാഡ് ഷിഫ്റ്റേഴ്സ് ഉള്ളതുകൊണ്ട് രസകരമായിട്ട് ഡൗൺ ഷിഫ്റ്റ് ചെയ്തോ അപ്പ് ഷിഫ്റ്റ് ചെയ്തൊക്കെ ഓടിച്ചു പോകാൻ സാധിക്കുന്നുണ്ട്. 18 കിലോമീറ്ററോളം മൈലേജാണ് കമ്പനി പറയുന്നത്. എന്തായാലും എനിക്ക് തോന്നുന്നു 15 കിലോമീറ്ററിന് മുകളിൽ മൈലേജ് കിട്ടുന്നുണ്ടെന്നുള്ള കാര്യമാണ്. പിന്നെ ഒന്നാന്തരം പ്ലാറ്റ്ഫോമാണല്ലോ നമ്മൾ ഈ വാഹനത്തിലെല്ലാം കാണുന്ന MQB IN എന്ന് പറയുന്ന ആ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നതാണ് ഈ വാഹനത്തിൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് വിളിക്കാവുന്നത്. ഈ ഒരു ക്ലാസ്സിലെ വാഹനങ്ങൾ ഏറ്റവും ഗംഭീരമായ ഡ്രൈവബിലിറ്റിയും റൈഡ് ക്വാളിറ്റിയും തരുന്നുണ്ട് ഈ ഒരു പ്ലാറ്റ്ഫോം. ഏതായാലും പോളോയിൽ ഘടിപ്പിച്ചിരുന്ന ഒരു 1 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിൻ തന്നെയാണിത്. പക്ഷേ 5 bhp ഇതിൽ വർദ്ധിച്ചിട്ടുണ്ട്, 3 Nm വർദ്ധിച്ചിട്ടുണ്ട്. അതെല്ലാം വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാകുന്നുമുണ്ട്. എന്തായാലും ടോപ്പ് ലൈൻ എന്ന് പറയുന്ന വേരിയൻറ്റിലേക്ക് പോകുമ്പോൾ 6 എയർ ബാഗുകൾ, ഓട്ടോ വൈപ്പേഴ്സ്, സൺറൂഫ്, ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ, അങ്ങനെയുള്ള പല കാര്യങ്ങൾ, വെൻറ്റിലേറ്റഡ് ഫ്രണ്ട് സീറ്റുകൾ, 6 എയർ ബാഗുകൾ, അങ്ങനെ പല കാര്യങ്ങളും കിട്ടുന്നുണ്ട്. എങ്കിലും ഇതിലും മോശമല്ലാത്ത സേഫ്റ്റി ഫീച്ചേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ ഇത് വാങ്ങിച്ചാലും തരക്കേടില്ല എന്നാണ് എനിക്ക് തോന്നിയത്. എന്തായാലും ഫോക്സ് വാഗണിൻ്റെ ഏറ്റവും മികച്ച വാഹനങ്ങളിൽ ഒന്ന് തന്നെയാണിത്. തികഞ്ഞൊരു ഫാമിലി SUV ആണ്. 385 ലിറ്റർ ബൂട്ട് സ്പേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതുപോലെ 188 mm ഗ്രൗണ്ട് ക്ലിയറൻസ്, അങ്ങനെ ഇന്ത്യക്ക് പറ്റുന്ന ഒരു മികച്ച വാഹനം തന്നെയാണ് തീർച്ചയായിട്ടും ഏറ്റവും പുതിയ ഫോക്സ് വാഗൺ ടൈഗൂൺ. അതിലെ തന്നെ ഈ ഒരു 1 ലിറ്റർ എഞ്ചിനിലെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുള്ള മോഡൽ ഒരു സാധാരണ ഫാമിലിക്ക് മതിയാകും. എന്തായാലും ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനോട് താല്പര്യം കൂടി വരുന്ന ഈ കാലത്ത് ഒരു വലിയ വില കൊടുക്കാതെ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു മികച്ച ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുള്ള വാഹനമാണ് ഫോക്സ് വാഗൺ ടൈഗൂൺ.
സത്യത്തിൽ അമ്പരപ്പിക്കുന്ന പ്രൈസിംഗ് ആണ് ഈ വാഹനത്തിന് ഫോക്സ് വാഗൺ കൊടുത്തത്. അത് ഫോക്സ് വാഗൺ അങ്ങനെ അധികം നന്ദി അതിന് പറയേണ്ട കാര്യമില്ല. കാരണം വെച്ചാൽ ഇന്ത്യക്കാരുടെ മനസ്സറിഞ്ഞ് വില കൊടുത്തില്ലെങ്കിൽ ഈ ഇത്തരത്തിലുള്ള വാഹനങ്ങളൊക്കെ വിൽക്കാനുള്ള ബുദ്ധിമുട്ട് ഫോക്സ് വാഗൺ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ വളരെ കോമ്പറ്റീറ്റീവായ പ്രൈസിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഫോക്സ് വാഗണിൻ്റെ പോളോ GT TSI എന്ന് പറയുന്ന ആ വാഹനത്തിൻ്റെ വിലയ്ക്ക് ഇതിൻ്റെ എൻട്രി ലെവൽ വേരിയൻറ്റ് കിട്ടുമെന്നുള്ളതാണ് അത്ഭുതപ്പെടുത്തുന്ന കാര്യം. അതായത് പോളോ നിർത്തലാക്കിയെങ്കിലും പോളോയുടെ കസ്റ്റമേഴ്സ് ഇതിലേക്ക് മാറാവുന്ന രീതിയിലാണ് ഇതിൻ്റെ വില കൊടുത്തിരിക്കുന്നത്. ചുരുക്കം പറഞ്ഞാൽ വെറും 11 ലക്ഷം രൂപയ്ക്ക് ഈ വാഹനത്തിന് എൻട്രി ലെവൽ ഫസ്റ്റ് വേരിയൻറ്റ് ലഭിക്കും. ഇപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു 1 ലിറ്റർ ഓട്ടോമാറ്റിക് ഹൈലൈൻ എന്ന വേരിയൻറ്റിന് 14,39,000 രൂപയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇതിൽ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. ഇനി ഏറ്റവും ടോപ്പ് എൻഡ്, അതായത് 1.5 ലിറ്ററിൻ്റെ ടോപ്പ് ലൈൻ എന്ന് പറയുന്ന വേരിയൻറ്റിലേക്ക് പോവുകയാണെങ്കിൽ അതിൻ്റെ ഓട്ടോമാറ്റിക് 7 സ്പീഡ് DSCക്ക് ഏതാണ്ട് 18 ലക്ഷം രൂപയോളം വില വരും. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഓട്ടോമാറ്റിക്കാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അങ്ങനെ വലിയ എന്താ പറയണ്ട ഭയങ്കരമായ ഒരു ഡ്രൈവിംഗ് എൻതൂസിയാസ്റ്റ് ഒന്നും അല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കുടുംബത്തോടു കൂടി ഓടിച്ചു പോകാൻ പറ്റുന്ന ഏറ്റവും മികച്ചൊരു വാഹനം തന്നെയാണ് ഈ ഒരു 1 ലിറ്റർ വേരിയൻറ്റിൻ്റെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ. എന്നാൽ ഇതിൻ്റെ ടോപ്പ് ലൈനിലേക്ക് നിങ്ങൾ പോവുകയാണെങ്കിൽ വലിയ വില വ്യത്യാസമൊന്നുമില്ല. 10-50,000 രൂപയ്ക്ക് വില വ്യത്യാസത്തിൽ നിങ്ങൾക്ക് മറ്റ് പല കാര്യങ്ങളും ആഡ് ചെയ്ത് കിട്ടുകയും ചെയ്യും. വേണമെങ്കിൽ അതിലേക്ക് പോകാം. എന്നാൽ ഒരു പ്യുവർ ഡ്രൈവിംഗ് എൻതൂസിയാസ്റ്റാണ് നിങ്ങൾക്ക് പോകേണ്ടത് 18 ലക്ഷം രൂപയുടെ DSCയിലേക്ക് തന്നെയാണ്. എങ്കിലും ഇത് ഒരു തരക്കേടും എനിക്ക് തോന്നിയിട്ടില്ല. നല്ല ഒന്നാന്തരം ട്രാൻസ്മിഷനുമാണ്, നല്ല ഒന്നാന്തരം എഞ്ചിനുമാണ്. 115 bhp എന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തെ സംബന്ധിച്ച് പര്യാപ്തമായ ഒരു എഞ്ചിൻ പവർ തന്നെയാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള യാതൊരു കുറവുകളും നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഈ വാഹനത്തിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഫോക്സ് വാഗൺ തീർച്ചയായിട്ടും സാധാരണക്കാരിലേക്ക് ഇറങ്ങി വരുന്നതിൻ്റെ ആദ്യത്തെ പടിയായിട്ട് നമുക്ക് ഈ വാഹനത്തെ കാണാം. ആ കാര്യത്തിൽ ഫോക്സ് വാഗൺ അഭിനന്ദനം അർഹിക്കുന്നുമുണ്ട്. അപ്പോൾ നിങ്ങൾക്കെല്ലാം വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ ഉണ്ടെങ്കിൽ എല്ലാവർക്കും നന്ദി, നമസ്കാരം.